ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടന്റ് ജനറൽ ആയിരുന്ന ജെയിംസ് ജോസഫ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ അക്കൗണ്ട് ജനറൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ജനറലിലെ ഒരാളുണ്ടായിരുന്നു. ജെയിംസ് ജോസഫ് അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം VSൻ്റെ കൂടെയൊക്കെ നിന്നുകൊണ്ട് ഒരുപാട് ആദർശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ചീഫായിട്ട് ചെയർമാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രസിദ്ധനായിട്ടുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നേരത്തെ മറ്റേ സർവീസിൽ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു, അതിൻ്റെ വിശദാംശം എനിക്കറിയില്ല. അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നപ്പോൾ ഈ KSRT ബസ്സുകളിൽ എന്നും എറിയാണ്, സമരം വന്നാൽ എറിയാണല്ലോ KSRT ബസ്സിന്. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ KSRT ബസ്സാണ് ഏറ്റവും കൂടുതൽ ഏറ്റി വാങ്ങുന്നത്. ഒരു 10, 100, 150, 200 വണ്ടിയെങ്കിലും സംസ്ഥാനത്താക്കി ചില്ല് പൊട്ടിച്ച് കംപ്ലീറ്റ് എറിയാണ്. പാവപ്പെട്ട എത്രയോ ആളുകൾ ആശുപത്രിയിലാവും. ഈ വിളയിലും പറമ്പിലൊക്കെ നിന്ന് ഇറങ്ങിയിട്ട് പോയാൽ ഒന്നും ചെയ്യാനുമില്ല. അത് എറിയണവനെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. ട്രാൻസ്പോർട്ട് ബസ്സുകാരനെ എവിടെ ഇട്ടാൽ കണ്ടുപിടിക്കണം, ഡ്രൈവർമാരും കോൺവേ ആയിട്ട് അവർ നടത്തും. അങ്ങനെ കോൺവേ ആയിട്ടൊരു സമരം നടത്തരുത്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞൊരു കോൺവായ് ബസ് സമരം തിരുവനന്തപുരത്ത് നടത്തി. അത് ചരിത്രത്തിൽ കിടപ്പുണ്ട്. അന്ന് അദ്ദേഹത്തിന് അന്നത്തെ മന്ത്രിയുടെ ഒരു സപ്പോർട്ട് കിട്ടിപ്പോയി. നമ്മുടെ ഗണേഷ് മന്ത്രി അദ്ദേഹത്തിന് മറ്റെന്തെല്ലാം ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപിയെ തെറി പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗണേഷ് കുമാറിൻ്റെ ചിലപ്പോൾ നാവ് ഈ ഒരു അര PC ജോർജാണ്, അരയല്ല ഒരു കാൽ PC ജോർജാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ അദ്ദേഹം പറയും. എന്നാലും അദ്ദേഹം നല്ല മനോഹരമായി ഭരിക്കുന്ന ആളാണ്, അഴിമതിക്കാരനല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു അഴിമതിയുള്ള ആളല്ല. നന്നായി അദ്ദേഹം ഭരണം നടത്തുന്ന ആളാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ശമ്പളമൊക്കെ എല്ലാവർക്കും കൊടുത്ത്, മാസാദ്യം തന്നെ കൊടുത്ത്, AC ബസ് ഇറക്കി, വളരെ മനോഹരമായിട്ട് അദ്ദേഹം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. മനോഹരമാണോ ഇല്ലേന്നും പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ, തൊഴിലാളികൾക്ക് തൃപ്തിയുണ്ടോ, പിന്നെ അതൊക്കെ വേറെ കാര്യം. എന്നാലും ഉള്ളത് വെച്ച് അദ്ദേഹം ഓണം പോലെ കൊണ്ടുപോകാനും കാണം വിറ്റും ഓണം ഉണ്ടണമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് KSRTC പൊക്കിയെടുക്കുകയാണ്. അപ്പോഴാണ് ടപോന വരുന്നു ദേശീയ പണിമുടക്ക്. അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞു നാളെ വാഹനങ്ങൾ നിരത്തിലിറങ്ങണം. KB ഗണേഷ് കുമാറിന് എന്താ വാഹനം പുറത്തിറങ്ങിയില്ലെങ്കിൽ അയാളെ മന്ത്രി ആഫീസിൽ വല്ല കുറവ് വരൂ, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ കുറയ്ക്കൂ, അദ്ദേഹത്തിൻ്റെ ഫുഡ് നല്ല കുറയ്ക്കൂ. കേരള അവിടെ ട്രാൻസ്പോർട്ട് ഓടിയില്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഫുഡ് കഴിച്ചാൽ മതി, മുട്ട ഒരെണ്ണം കഴിച്ചാൽ മതി, മുട്ട കഴിക്കുന്ന ആളെ എനിക്ക് അറിഞ്ഞൂടാ. ഇനി വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ ചീര കഴിക്കേണ്ട, നാളെ പരിപ്പ് കഴിക്കേണ്ട എന്ന് പറയുമോ? ഗണേഷ് കുമാർ ഇത് പറയുന്നത് ഈ സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് പോലുള്ള അവശ്യ സർവീസുകൾ, ഹോസ്പിറ്റൽ, ട്രാൻസ്പോർട്ട്, ഇങ്ങനത്തെ ചില സർവീസുകളുണ്ട്, വളരെ അത് ലിമിറ്റഡ് ആയിട്ടെങ്കിലും ചെയ്യണ്ടേ. പക്ഷേ തൊഴിലാളികളെല്ലാം കൂടി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പണി മുടക്കിയിരിക്കും. അതൊരു നല്ലതല്ല. ഗവൺമെൻറ്റിനെ പ്രത്യേകിച്ച് ഈ ഭരണമുള്ള ഇപ്പം നോക്കൂ, ഇന്ത്യയിൽ നിങ്ങൾ ബംഗാളിലും പണ്ട് സമരം നടക്കുമ്പോൾ കേരളത്തിലും പിന്നെ നമ്മുടെ എന്താ പറയുക ബംഗാളിലും ത്രിപുരയിൽ മാത്രമാണ് ഫുൾ സ്തംഭനം, ഹർത്താൽ പോലെ. ബാക്കിയുള്ളിടത്തൊക്കെ തൊഴിലാളികൾ പണിമുടക്കും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നേ. ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ നാളെ നോക്കൂ, നിങ്ങൾ ബാംഗ്ലൂർ നോക്കൂ, നാളെ ഡൽഹിയിൽ നോക്കൂ, നാളെ കഴിയുമ്പോൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും പത്രങ്ങൾ എടുത്ത് നോക്കൂ, അവിടെ എല്ലാം ഭംഗിയായി ജനജീവിതം പോകും. പഴയ തൊഴിലാളികൾ പണിമുടക്കും, അവരവരുടെ ഡിമാൻഡ് പറയും, അവർ സമരം ചെയ്യും, ഓക്കെ. പക്ഷെ കേരളത്തിലാണ് ഈ സമ്പൂർണ്ണ ഹർത്താലും സമ്പൂർണ്ണ ബന്ധും ഒക്കെ ആക്കി അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ തൊഴിലാളികളും ഗണേഷ് കുമാറും തമ്മിൽ പോരാരംഭിച്ചിട്ടുണ്ട്. വാക്പോരാണ് ഇപ്പോൾ തുടങ്ങിയത്. അത് ചിലപ്പോൾ കായിക പോരിലേക്ക് പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. ഗണേഷ് കുമാർ പറയുന്നത് വാഹനം നാളെ ഓടിക്കുമെന്നാണ്. സർക്കാരിന് അങ്ങനെ പറയാനും പറ്റൂ. ഗണേഷ് കുമാർ മന്ത്രിയാണ്, മന്ത്രിക്ക് പറയാൻ പറ്റുമോ നാളെ ഓടിക്കൂല എന്ന്? അപ്പം അതേ ഉള്ളവരെ വെച്ച് നാളെ ഓടിക്കും. പ്രത്യേകിച്ച് ഈ കരാർ തൊഴിലാളികളും എംപാനൽ തൊഴിലാളികളൊക്കെ ഒരുപാടുണ്ട്, ലേബേഴ്സൊക്കെ ഉണ്ട്, മറ്റേ ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ ഉണ്ട്. പിന്നെ സ്വിഫ്റ്റിലൊക്കെ കൂടുതലും കരാറുകാരാണ്. അപ്പോൾ അവരെ വെച്ചൊക്കെ നാളെ ഓടിക്കും. ഇപ്പുറത്ത് ഞങ്ങൾ സമരം ചെയ്തിരിക്കുമെന്ന് CITയും INTCയും BMS ഒഴിച്ചുള്ള എല്ലാ സംഘടനകളും ഞങ്ങൾ സമരം ചെയ്തിരിക്കുമെന്ന് പറയുന്നു. ബലാബല ശാക്തിക ചേരികളായിട്ട് തൊഴിലാളിയും മന്ത്രിയുമായി മാറി നിൽക്കുന്നത് ഒരു വ്യവസായത്തിന് ഗുണകരമല്ല. അതൊരു കോർപ്പറേഷനാണ്. അതിനെ നഷ്ടത്തിൽ നിന്ന് കയറ്റുവാനുള്ള ഒരു പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൽ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാനുള്ള പണി ആരംഭിച്ചു, പുതിയ ബസ്സുകൾ കൊണ്ടുവരാനുള്ള പണി ആരംഭിച്ചു, റൂട്ടുകൾ മാറ്റുന്നു, അതുപോലെ കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുന്നു, രാത്രിയൊക്കെ എവിടെ പറഞ്ഞാലും നിർത്തണമെന്ന് പറയുന്നു, കൈ കാണിച്ചാൽ നിർത്തണമെന്ന് പറയുന്നു. ഒരുപാട് പരിഷ്കാരങ്ങൾ നിശബ്ദമായി നടക്കുകയാണ്. ആ ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരങ്ങളെ ശരിതെറ്റുകൾ നമുക്ക് വിലയിരുത്താം, പക്ഷെ അതിൽ വെള്ളം കോരി ഒഴിക്കരുത്. ആളിക്കത്തുന്ന തീയിൽ വെള്ളമൊഴിച്ചാൽ പിന്നെ പുകയെ വരികയുള്ളൂ. ഗണേഷ് കുമാർ പറയുന്നിടത്താണ് കൂടുതൽ കാര്യങ്ങൾ. എന്നാൽ തൊഴിലാളി സമരവും നടക്കട്ടെ, ഞാൻ തൊഴിലാളി വിരുദ്ധനൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് തൊഴിലാളികൾ സംഘടനകൾ ഒന്നുകൂടി ചർച്ച ചെയ്യുക. തീർച്ചയായിട്ടും സമൂഹമാണ് വേണ്ടത്. ജനങ്ങളുണ്ടെങ്കിലേ സമരം ചെയ്യുന്നത് കാണാനും അതിൻ്റെ ഗുണഫലം അനുഭവിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ള ആപ്തവാക്യം എല്ലാവരും പഠിച്ചിരിക്കട്ടെ.